Milma presents Vira Food Celebrity Kitchen Magic Season 3. Powered by Amritaveni KSFE Bima Jewellers and Pankaj Kasturi Auto Herb. Wow. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. താങ്ക് യു. നിങ്ങൾക്ക് തിരിച്ചു അത് വേണ്ട. അപ്സര അതെന്താ നല്ല ഭംഗി. അപ്സര രണ്ടെണ്ണം ഇങ്ങനെ തൂങ്ങി കിടക്കണ എന്താ സംഭവം? അത് പറഞ്ഞല്ലോ, ഇത് റിമോട്ടാണ്. കാരണം ഒരു സമയത്തും പറഞ്ഞെടുത്ത് ഈ കുട്ടിയെ കാണാറില്ല. നിയന്ത്രണം വേണം പറഞ്ഞ തിരിച്ചോ വിളിച്ചെങ്കിൽ വരും. അനീഷേട്ടന് ഭയങ്കര പരാതി. അനീഷേട്ടനെ വിളിച്ചെടുത്ത് ഞാൻ നിൽക്കുന്നില്ലെന്ന്. അപ്പൊ ഞാൻ ഒരു റോബോട്ട് വെച്ചു കൊടുത്ത, റിമോട്ട് വെച്ചു കൊടുത്ത. പക്ഷെ അതിനല്ല ഉമ്മർ ഇങ്ങനെ ഫ്രണ്ടിനെ കാട്ടിലും ഭംഗി ബാക്കിലാ. അവിടെ വരെ പോയിട്ട് തിരിച്ച് നടന്നു വരണം. സൂപ്പർ. ഇതുവരെ നമ്മുടെ സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിലെ ഒരു തിരിച്ചറിയൽ പരേഡ് മാത്രമാണ് നടക്കാത്തത്. ഇപ്പൊ അതുമായി ഇത് പിന്നാമ്പുറ കാഴ്ചകളാണ്. അപ്സരയുടെ പിന്നാമ്പുറ കാഴ്ച. അപ്പൊ എന്തായാലും വലിയ സന്തോഷം. നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ കളിയും ചിരിയും തമാശകളും ഗെയിമുകളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസങ്ങളും ഈ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് നമ്മളിങ്ങനെ ഓരോ വിഭവങ്ങൾ തയ്യാറാക്കുന്നത്. വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ പ്രോഗ്രാമുകൾ ഇങ്ങനെ വിഭവങ്ങൾ എന്ന് പറയുന്ന അതിൻ്റെ ഓരോരോ പോർഷൻസിനാണ്. പക്ഷെ നമുക്കിവിടെ വിഭവങ്ങൾ ആക്ച്വലി ഉണ്ട്. അക്ഷരാർത്ഥത്തിൽ നമ്മൾ തയ്യാറാക്കുന്ന വിഭവങ്ങൾ കൂടി കഴിക്കാൻ പറ്റുന്ന വിഭവങ്ങൾ കൂടി ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യവും സന്തോഷവും അഭിമാനവും. അപ്പോൾ ഏറ്റവും വലിയ സന്തോഷം ഇന്നിപ്പോൾ നമുക്ക് അതിഥിയായിട്ട്, അതിഥി എന്നല്ല നമ്മളെപ്പോഴും പറയാറുള്ളത്, നമ്മുടെ എന്താണ് ഈ കൂട്ടുകാരെന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം. കാരണം ഇന്നത്തെ ഗസ്റ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഒരു 10-11 വർഷമായി ഒരുമിച്ചുള്ള ഒരു സുഹൃത്താണ്. മലയാളി പ്രേക്ഷകരുടെ ഏറ്റവും പ്രിയപ്പെട്ട നായിക, നർത്തകിയാണ്, ബ്ലോഗറാണ്, ഡാൻസറാണ്, സിംഗറാണ്. അങ്ങനെ ഒരു ബഹുമുഖ പ്രതിഭയായ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഗൗരി കൃഷ്ണൻ. ഗൗരി അങ്ങനെ അനുവാദമില്ലാതെ സ്വീകരണ മുറിയിൽ കടന്നു വരാറുള്ള പ്രിയപ്പെട്ട ഗൗരി കൃഷ്ണൻ. കുറച്ച് നാളായിട്ട് വരുന്നില്ല. അപ്പൊ ഞങ്ങളിപ്പോ വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ. എന്താ കുറച്ചായിട്ട് വരാതിരുന്നത്? എന്താ വരാതിരുന്നത്, ഞാൻ +2 കഴിഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് അഭിനയിക്കാൻ തുടങ്ങിയതാണ്. അപ്പം ഞാൻ PG എടുത്തിട്ടില്ല, ഗ്രാജുവേഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ, അതും ഡിസ്റ്റൻ്റ്. അപ്പം എനിക്ക് PG കൂടെ എടുക്കണം എന്ന് തോന്നിയത് കൊണ്ട് ഞാനൊരു 2 years നമ്മൾ ബ്രേക്ക് എടുത്തതാണ്. ബാക്കി 2 years ഒന്നും വരാത്തോണ്ട് വിചാരിച്ചതാണ്. ഞാൻ അനിയത്തി എന്ന് പറഞ്ഞിട്ട് ടൈറ്റിൽ ക്യാരക്ടറായിട്ട് അനിയത്തിയായിരുന്നു. അതിൽ എൻ്റെ ക്യാരക്ടറിന്റെ പേര് ഗൗരി എന്ന് തന്നെയായിരുന്നു. അതാണ് അത്. ഞാൻ +2 അതില ഗൗരി എന്ന് തന്നെയായിരുന്നു. പിന്നെ അങ്ങോട്ട് അല്ലല്ല, ഓൾറെഡി എനിക്ക് ഫസ്റ്റ് ആ ഒരു 1 ലൈൻ അവര് ഓഡിഷൻ കഴിഞ്ഞ് തരുമ്പോ അതിനകത്ത് ഞാൻ ഗൗരി എന്ന് കണ്ടിരുന്നു. അങ്ങനെയൊക്കെ അപൂർവമാണല്ലേ നമ്മൾ അഭിനയിക്കുമ്പോൾ. എന്റെ ബീന എന്നൊക്കെ പറഞ്ഞ ക്യാരക്ടർ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു വൃത്തികെട്ട പേര്, സ്വയം മനസ്സിലാക്കിയ ഒരു സ്ത്രീയാണ്. സഹിക്കാൻ പറ്റില്ല എന്നെ. എന്റെ മനു നമ്മളൊക്കെ സമ്മതിക്കണ്ടേ? അല്ല, ചേച്ചിന്ന് ബീൻ ചേച്ചി എന്ന് വിളിച്ച കുഴപ്പമില്ല. എന്നെ എന്റെ ഭർത്താവ് ബീനേന്നൊക്കെ അയ്യാ ഞാൻ ചാവ് വന്ന് എന്നെ എടീന്ന് വിളിച്ചോ. ഓക്കെ, എന്നെ ബീനേന്ന് ഒരിക്കലും വിളിച്ചിട്ടില്ല ഇന്ന് വരെ എന്റെ പേര്. അയ്യോ, മനു വിളിച്ച എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഡൈവേഴ്സ് അറിയാമോ, അത് നമുക്ക് ഇഷ്ടമുള്ള ആള് അല്ലെങ്കിൽ എനിക്ക് പേര് ഇഷ്ടമല്ല, ബീന ഇഷ്ടമല്ല. അയ്യോ, ഞാൻ സത്യത്തില് നിന്റെ മോളെ എനിക്ക് ചാരുലത ടൈറ്റിൽ ക്യാരക്ടർ ഒക്കെ ചെയ്തപ്പോ ഉണ്ടല്ലോ, സത്യത്തില് ഞാൻ ചാരു എന്നൊക്കെ മാറ്റിയല്ല, അനാമിക ഞാൻ അനാമികയായിരുന്നു. അതിൻ്റെ അകത്ത് ചാരുലതയായിരുന്നു. തപസ്യല അനിത, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പേര്. അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പേര്. വീണ, അത് ഇഷ്ടമാണ്. അങ്ങനത്തെ കുറെ പേരുകളൊക്കെ എനിക്ക്. പക്ഷെ നമ്മുടെ അല്ല, അനാമിക ഒഴിച്ച് ബാക്കിയൊക്കെ ഇനി സമയം വൈകിട്ടില്ല. അയ്യാമിക ഇച്ചിരി കൂടി പോയിട്ടാ പ്രായത്തിലല്ലേ?
പറഞ്ഞു ചേച്ചിക്ക് ഇപ്പൊ ഇനിയിപ്പോ അനാമിക ഉണ്ട്, അനാമികയുടെ ചെറിയ കുട്ടി അതും ചേച്ചി അങ്ങനെ അനാമിക വലുതായി ഞാൻ ചോട്ടെ ചെറിയ പെണ്ണായിട്ട് എന്റെ അമ്മയുടെ അനിയത്തിന് പേര് അനാമിക എന്നാണ്. അനാമിക അമ്മൂമ്മയായിട്ടുണ്ടാവൂല ഇപ്പൊ എത്ര പേര് ചേച്ചിക്ക് എല്ലാം ചേരും. നമുക്ക് ഗൗരിയിലേക്ക് വരാം. ഗൗരി ഇപ്പൊ തൽക്കാലം വേണ്ട. എങ്ങനെയായിരുന്നു ഈ ഓഡീഷനിലൊക്കെ വരുന്നത്? ഓഡിഷനിൽ വരുന്നത് ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളായിരുന്നു. കൊച്ചിലെ പോലും അങ്ങനെ സ്കൂൾസിൽ ഒന്നും ആക്റ്റീവ് ആയിരുന്നില്ല. അപ്പം ഇപ്പോഴും അതെ, പക്ഷെ എന്നാലും ആ സമയത്ത് ചേച്ചിക്കാണ് ആക്ച്വലി ഓഫർ വന്നതെന്ന് തോന്നുന്നു. നിങ്ങൾ എത്ര പേരാണ് മക്കൾ? ഞാനും ചേച്ചിയും. അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ LICയിൽ ഡെവലപ്മെന്റ് ഓഫീസർ ആയിരുന്നു, ഇപ്പൊ റിട്ടയർ ആയി. സ്വസ്ഥ ജീവിതം. അമ്മ ഹൗസ് വൈഫാണ്. ആളിപ്പോ ഭയങ്കര ഹൗസ് വൈഫ് ആയിരുന്നു, പക്ഷെ ഇപ്പൊ കുറച്ച് നാളായിട്ട് ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ യൂട്യൂബിലൂടെ ട്രേഡിംഗ് ഒക്കെ പഠിച്ചു ഭയങ്കര ട്രേഡറാണ് ഇപ്പൊ. അത് ഞങ്ങൾക്ക് എല്ലാരും വലിയൊരു അത്ഭുതമായിട്ട് ഇരിക്കുകയാണ്. ഇപ്പൊ അമ്മ അല്ല എല്ലാരെയും ഓരോ പരുവൊക്കെ ആയപ്പോഴേ അതെ അവർക്ക് അപ്പോഴാണ് അവരുടെ പലപ്പോഴും അങ്ങനെയാണ്. മക്കൾക്ക് വേണ്ടിയിട്ടും കുടുംബത്തിന് വേണ്ടിയാണ് പലപ്പോഴും സ്ത്രീകൾ അവരുടെ ജീവിതം മാറ്റി വെക്കാറുണ്ടായിരുന്നത് മുമ്പൊക്കെ. ഇപ്പൊ എല്ലാവരും കല്യാണം കഴിച്ചു വിടുന്നവരെ അവരെ എൻഗേജ്ഡ് ആണ് ശരിക്കും പറഞ്ഞത്. അത് കഴിഞ്ഞാണ് കല്യാണം അതെ അതെ കുട്ടികളെ കല്യാണം കഴിച്ചു വിടുന്നത് വരെ അമ്മമാർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഇതില്ല എന്ന് പറയാം, ഇനിയിപ്പോ നിന്റെ കുട്ടി ഉണ്ടാവണം. നിനക്ക് കുട്ടികൾ ഉണ്ടാവുമ്പോ അവര് പിന്നെ എൻഗേജ്ഡ് ആവും. ഇല്ല, അത് ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾ ഉണ്ടാവുന്നെങ്കിൽ അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി. ആള് ഇപ്പോഴാണ് മോഡേൺ ആയത് കേട്ടോ. എന്നിട്ട് എനിക്ക് മനസ്സിലായി താങ്കളുടെ അപ്രോച്ച് കണ്ടപ്പോ എനിക്ക് ഇവിടെ കഷ്ടം തന്നെ. ഒരാള് വന്ന് ഞാൻ നോക്കുമ്പോഴേ ഗൗരി അവിടെ വരാനായിട്ട് നമ്മളേക്ക് ഗസ്റ്റിനെ വിളിക്കുന്നുണ്ട്. ഗൗരിക്ക് ഇൻട്രോ കൊടുക്കാനായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് വിഷ്ണു ബ്ലൂ ഭയങ്കര മാച്ചാണ്. എന്നിട്ട് ബ്ലൂ മാച്ച് എന്ന് പറയണ്ടേ, അവനൊന്നുമില്ല പറയാം, അവന്റെ ബ്ലൂ ഇല്ലല്ലോ. പിന്നെ ഇതെന്ത് ഇത് ചേട്ടാ? ചെണ്ണ ആ ഗ്ലാസ് ഒന്ന് മാറ്റി നോക്കിയേ. അയ്യോടാ ബ്ലൂ ആയിരുന്നാ നീ? ശരി എന്നിട്ട് പറഞ്ഞു ആള് കൃഷ്ണൻ, ഗൗരി കൃഷ്ണൻ ആണല്ലോ. കൃഷ്ണൻ വിഷ്ണുവിന്റെ വേറൊരു അവതാരമാണ്. അതുകൊണ്ട് വേണമെങ്കിൽ മാറ്റി. കോഴിയാ അല്ല ഞാൻ വിചാരിച്ചു എന്തൊരു കോഴിയാന്ന്. ആകെ ചോദിക്കാനുള്ളത് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അപ്പൊ അങ്ങനെ ഞാൻ ചോദിച്ചത് തുടങ്ങിയപ്പോഴും എന്നോട് പറയാറുന്നല്ലോ. അല്ല എവിടെ വരെ പോകുന്ന ഞാൻ വിചാരിച്ചു. പ്രോത്സാഹിപ്പിച്ചു വിട്ടപ്പോ എന്നെ മുളയിലെ നുള്ളായിരുന്നു. ഓക്കെ. അപ്പൊ അങ്ങനെ പിന്നെ ചേച്ചിയുടെ കൂടെ എന്താ പോയപ്പം കിഷോർ സത്യചേട്ടൻ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു അവർക്കൊരു കുഞ്ഞു കുട്ടിയാണ് ആവശ്യം, ലൈക്ക് ഒരു ചേച്ചി കുറച്ച് മെച്ചുവേർഡായിരുന്നു. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. പക്ഷെ ഞാൻ കരഞ്ഞോണ്ടാണ് പോയത്, കാരണം എനിക്ക് ഭയങ്കര സ്റ്റേജിൽ കയറാൻ ഭയങ്കര പേടിയുള്ള ഒരാളായിരുന്നു. അങ്ങനെ അവിടെ ചെന്നു. എന്നോട് ആദ്യം തന്നെ പറഞ്ഞത് അച്ഛൻ മരിച്ചു പോകുമ്പോൾ ഉള്ള എക്സ്പ്രഷൻ ഇടാൻ. അപ്പൊ എന്റെ ദൈവം എനിക്കറിയില്ല ഇത് എന്താ ചെയ്യേണ്ടതെന്നൊന്നും. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് എൻ്റെ അച്ഛനോടും അമ്മയോടും പോകാൻ പറഞ്ഞു. എനിക്ക് അവരെ നിൽക്കുമ്പോൾ എനിക്ക് ഒട്ടും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പക്ഷെ ഞാൻ ചെയ്തു കഴിഞ്ഞിട്ട് ആരും ഒന്നും മിണ്ടുന്നില്ല, എല്ലാവരും ഇങ്ങനെ സൈലന്റ്. അപ്പൊ എനിക്ക് ഭയങ്കര ഓക്വേർഡ്, എനിക്ക് പോണോ നിൽക്കണോ. പക്ഷേ ഗണേശേട്ടനായിരുന്നു റൈറ്റർ, ഗണേശ് ഒലിക്കര. ഗണേശേട്ടൻ ഒരു സ്ക്രിപ്റ്റ് കൊണ്ട് തന്നിട്ട് പറഞ്ഞു നീയാണ് നമ്മുടെ ഗൗരീന്ന്. അവിടെ നിന്ന് തുടങ്ങിയതാണ് പൗർണമിത്തിങ്കൾ വരെ യാത്ര ചെയ്തു. എത്ര വർഷമായി? 12 വർഷമായി. പൗർണമിത്തിങ്കൾ ചെയ്യുമ്പോൾ 11 വർഷത്തോളം ആയി. അല്ല നമ്മള് സത്യം പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന കൈരളിയില് ആർപ്പോറോ എന്ന് പറഞ്ഞ ഷോയിലൂടെയാണ് ഞങ്ങൾ താരോത്സവത്തിന്റെ സെക്കൻഡ് പാർട്ട് ആർപ്പോറോ. അതിലാണ് ഞങ്ങള് വർഷങ്ങൾക്ക് മുമ്പ്. കുഞ്ഞ് ഇപ്പൊ ഞാൻ വല്ലാണ്ടങ്ങ് വളർന്നു പോയി. അതെ പാടണോ? ഉറപ്പായിട്ടും പാടണം. ആടുക വേണം. ആടുന്നില്ല, അതടുത്ത പാടാം. പാടും. ഇപ്പൊ എനിക്ക് ഒന്നാമത് പനിയാണ്, അതുകൊണ്ട് എങ്ങനെ ഏത് വഴി പോകുന്ന എനിക്ക് അറിയില്ല. ഓക്കെ ഓക്കെ, കുറച്ച് പഴയ പാട്ട് പാടാം, എനിക്കതേ അറിയാം. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി നീളേ താഴെ തളിരാർന്നു പൂവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ
ഈണം പൂത്തനാൾ മധു തേടി പോയി. ഞാൻ ആകെ ഓ എണീറ്റത് കൈ വെച്ചേക്കണേ. ആകെ ഞാൻ അതാണ് മനോജ് കണ്ടോണ്ട് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു. മനോജ് പേയാട് കാണുന്നുണ്ടാവൂതല്ലോ എപ്പിസോഡ് ഡയറക്ടർ ഡയറക്ടറാണോ? സീരിയൽ ഡയറക്ടറുടെ വൈഫാണത്. ഡയറക്ടറുടെ വൈഫാണത്. നമ്മൾ പൗർണമി തിങ്കൾ വരെ എത്തിയുള്ളൂ. പൗർണമി തിങ്കളിന് കിട്ടിയ അടുത്ത ആളാണ് ജീവിത പങ്കാളി അല്ലേ? അതെ. ഞാൻ മനോജേട്ടനെ വിളിച്ച് പറയാം. കൊട്ടേഷൻ കൊടുക്കണം. ഡയറക്ടർ മനോജ് പേയാടാണ് ഗൗരി ചേച്ചിയുടെ ഹസ്ബൻഡ്. ഈ ആ കഥയിലേക്ക് പോവാ അല്ലേ? പൗർണമി തിങ്കളുടെ ഡയറക്ടറാണ് ആയിരുന്നു. ഞാൻ അവിടെ വെച്ചാണ് കാണുന്നത്. അപ്പൊ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു കേക്കട്ടെ, ഞങ്ങക്ക് ഇഷ്ടമാണ് ഈ പ്രേമം കേൾക്കാൻ. ഞങ്ങൾക്ക് ഇതൊക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊതി മോനം പറഞ്ഞതൊക്കെ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. ഞങ്ങൾ ആസ്വദിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കും. അതെ 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 അതെ. ഞങ്ങൾ അങ്ങനെയാ. ചേട്ടാ ഞാൻ കുറച്ച് സമയം കണ്ടെടുക്കാം. ഇവരുടെ ലവ് സ്റ്റോറി പറയുന്നതിന് മുമ്പ് ഒരു കഥ ഞാനൊന്ന് പറഞ്ഞോട്ടെ. എനിക്ക് സാധാരണ ഇപ്പൊ മനോജ് സാർ നമ്മള് വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ലൊക്കേഷൻ എല്ലാവർക്കും അറിയാം. ആരോടും മിണ്ടില്ല, ചിരിക്കില്ല, വർത്താനം പറയില്ല, അങ്ങനത്തെ ഒരാളാ. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാ. ഞാൻ ഇതുവരെ ഭയങ്കര അല്ലേ നവീൻ ചേട്ടൻ? ഗൗരി ചേച്ചി വന്നിട്ട് നമ്മൾ നോക്കുമ്പോ അങ്ങനെ അധികം ആരുടെ സംസാരിക്കില്ല. ഇതൊക്കെ ഇവര് തമ്മിൽ ലാസ്റ്റ് ഇഷ്ടത്തിലാന്ന് പറഞ്ഞപ്പോ ആ സെറ്റിലുള്ള എല്ലാവരും ഞെട്ടി. പിന്നെ വേറൊരു ഇൻസിഡന്റും കൂടെ ഉണ്ട്, അത് പറയട്ടെ. എല്ലാം പറയാൻ ഒരു ദിവസം ഞാൻ വീട്ടില് പോയപ്പോ എനിക്കൊരു കോള്. അതെ ഒന്നും വിചാരിക്കല്ലേ, നിന്റെ ബാഗിലെങ്ങാനും ഇനി അറിയാതെ അസിസ്റ്റന്റ് എന്റെ ഒരു ഡയറി മിൽക്ക് എടുത്ത് വെച്ചു എന്നൊന്ന് നോക്കൂ. ഡയറി മിൽക്ക് എന്ന് കേട്ടപ്പോഴേ എനിക്ക് എവിടെയോ ഒരു പണം അടിച്ചു. പിന്നെ ഞാൻ ഒന്ന് തപ്പി, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കിയപ്പോ പക്കത്തി കഴിച്ച ഡയറി മിൽക്ക് അതിനകത്തിരിക്കുന്നു. അപ്പൊ ഞാനെന്തറിയോ ഇത് എടുത്തിട്ട് സാധനം കിട്ടിയിട്ട് പക്ഷെ ആരോ കഴിച്ചിട്ടുണ്ട്, ഞാനല്ല പറഞ്ഞു. അപ്പഴാ ഞാനിങ്ങനെ ഓരോന്ന് ചോദിച്ചപ്പോഴാ പറഞ്ഞു ഈ ഡയറി മിൽക്ക് എവിടെ നിന്ന് വന്നു. ഇത് നമ്മൾ ഈ അമ്പലത്തിൽ ഗണപതിക്കൊക്കെ നേർച്ചയിടൂലേ എല്ലാ ദിവസവും, അതുപോലെ എല്ലാ ദിവസവും കിട്ടിക്കൊണ്ടിരുന്ന നേർച്ചയായിരുന്നു ആ ഡയറി മിൽക്ക് എന്ന് പിന്നെയാണ് ഞാൻ അറിയുന്നത്. അതറിയാതെ എന്റെ അസിസ്റ്റന്റ് എടുത്ത് എന്റെ ബാഗിൽ ഇട്ടിരുന്നു. അല്ല അതുകൊണ്ടല്ലേ നമ്മള് സത്യം പറഞ്ഞത്. കാര്യം പറഞ്ഞു ബാക്കി അങ്ങനെ പറയണേ. എന്റെ പിള്ളേർക്ക് ഞാൻ ഇട്ടു കൊടുത്തതാ. ചോദിച്ചോ. എനിക്ക് ഒരു കാര്യം മാത്രം മനസ്സിലായി, നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ അപ്സരയെ പോലെ ഒരു ഫ്രണ്ട് ഉണ്ടാവും. ഒരു ഫ്രണ്ട് ഉണ്ടാവും. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ അല്ല എനിക്ക് സംശയമായിരുന്നു ഇവരുടെ എവിടെയാ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ പറയില്ലേ അത്രയും ആരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാത്ത രണ്ട് ആൾക്കാർ എങ്ങനെ രണ്ടുപേരും അങ്ങനെ തുടങ്ങിയത്. ആക്ച്വലി എനിക്ക് മനോജേട്ടനെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അത് ഈ നമ്മുടെ സംവിധായകരുടെ ചിലർ മിക്കവാറും ഒരു നമ്പറാണ്. കമ്പ്യൂട്ടർ ഇഷ്ടമാണെങ്കിൽ നന്നായിട്ട് വഴക്ക് പറയുക, അതിനുശേഷം ഞാൻ വർക്ക് ചെയ്തതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടർ പറയാൻ കാര്യം വേറൊന്നുമല്ല, വളരെ വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് മനോജ് ചേട്ടൻ. ആവശ്യമില്ലാത്ത ലൂസ് ടോക്സ് ഇല്ല, വേറെ ഒരു ഇതുമില്ല. അല്ല സീരിയസ്ലി വർക്ക് എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. പിന്നെ നന്നായിട്ട് നമ്മളെ കൊണ്ട് എത്രത്തോളം അടിപൊളിയായിട്ട് പെർഫോം ചെയ്യിക്കും, മാക്സിമം ചെയ്യിപ്പിക്കും. ആക്ച്വലി ഞാൻ അന്ന് ജാനി ചെയ്യുന്ന സമയത്താണ് പൗർണമി തിങ്കൾ റീപ്ലേസ്മെന്റ് ആയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ അവിടെ ചെല്ലുമ്പോൾ മനോജേട്ടൻ ആ സെറ്റിൽ ഇല്ല, അസോസിയേറ്റ് ആണ് എടുക്കുന്നത്. അപ്പം ഡയറക്ടർ എവിടെയോ പോയി എന്ന് പറയുന്നത്. അപ്പം ഞാൻ രാത്രി ഒരു 7-7:30 ആയപ്പോൾ ഒരാൾ കാറിൽ വന്നിറങ്ങുന്നു. പുള്ളി ഇങ്ങനെ സ്റ്റെപ്പ് കയറി വരുന്നു, ഞാൻ സ്റ്റെപ്പിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ കുറച്ചു നേരം എന്നെ ഇങ്ങനെ നോക്കി, ഞാനിങ്ങനെ നോക്കി, ഇത് ആരാ ഇത്, ഏതവനെ ഈ ജാടാന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. ചിരിക്കൂല, പുള്ളി ചിരിച്ച് ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പം ഞാൻ ഏതവനെ ഇത്, എന്നെ കണ്ടിട്ട് ചിരിക്കാണ്ട് പോയി, എന്നെ കണ്ടിട്ട് ചിരിക്കാതെ പോയ ഒരേ ഒരു മനുഷ്യനങ്ങനെ. അപ്പോൾ പെട്ടെന്ന് കൺട്രോളർ വന്നിട്ട് പറഞ്ഞു ഇതാണ് ഡയറക്ടർ മനോജ് പേയാണ്. അപ്പം ഞാൻ നമസ്കാരം പറഞ്ഞു, പുള്ളി നമസ്കാരം പറഞ്ഞു പോയി. പിന്നെ എനിക്ക് പിന്നെ പൊതുവേ ഞാൻ സെറ്റിൽ വന്നാൽ അധികം ആൾക്കാരോട് നവീൻ ചേട്ടനോട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഞാൻ അങ്ങനെ ജാട കൊണ്ടല്ല കേട്ടോ, എനിക്ക് പറ്റില്ല. അല്ല ഞാൻ എന്റെ കാര്യം പറഞ്ഞത്. ഓക്കെ. അപ്പൊ ഞാൻ അങ്ങനെ അങ്ങ് പൊക്കോണ്ടിരുന്നു. പക്ഷെ പുള്ളി എന്നെ മൈൻഡ് ചെയ്യാറില്ല, ഞാനും മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ എപ്പോഴും ഒരു സമയത്ത് ഞാനാണെങ്കിൽ എന്നെ കറക്റ്റ് ഷോട്ടിനെ വിളിച്ചാൽ ഞാൻ ചെല്ലും. 7:30 ക്യാമറ വെച്ചാൽ ഞാൻ ചെല്ലും, എനിക്കത് നിർബന്ധമാണ്. അപ്പം പെട്ടെന്ന് മനോജേട്ടൻ എൻ്റെ മുറിയിലേക്ക് കയറി വന്നിട്ട്
നീ ഇവിടെ എന്തെടുത്തോണ്ടിരിക്കുകയാടി എന്ന് പറഞ്ഞ് 2 ചാട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എനിക്ക് ഷൗട്ട് ചെയ്ത് എനിക്ക്. പക്ഷേ ഞാൻ ചെയ്ത തെറ്റാണെങ്കിൽ ഞാൻ നിന്ന് കേൾക്കും, അത് ആരായാലും ഞാൻ കേൾക്കും. പക്ഷെ ഇത് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. അസോസിയേറ്റ് വന്ന് വിളിക്കാത്തതാണ്. പുള്ളി അവിടെ വേറെ ഏതോ പെണ്ണിനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പൊ മനോജേട്ടൻ വിചാരിച്ചെന്താ വെച്ചാൽ എന്നെ വിളിച്ചിട്ട് ഞാൻ വന്നില്ല. അപ്പൊ ലൈറ്റ് പോകുന്ന സമയം മനോജേട്ടനെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു ദേഷ്യം വന്ന പുള്ളിയുടെ കൈ നിൽക്കില്ല, ഭയങ്കരമായിട്ട് ദേഷ്യം. അപ്പൊ എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. പിന്നെ എനിക്കിത് ഗ്രഡ്ജ് മനസ്സിനകത്ത്, എനിക്കിത് എങ്ങനെയാലും ഇവനോട് തീർക്കണം. അപ്പൊ ഞാൻ തിരിച്ചു ചെന്നിട്ട് ഞാൻ അപ്പം മിണ്ടിയില്ല, പക്ഷെ ഞാൻ തിരിച്ചവിടെ ചെന്നിട്ട് എൻ്റെ ഈഗോ എനിക്ക് സമ്മതിക്കുന്നില്ല. എന്നെ എന്തിനു ഇയാൾ വഴക്ക് പറഞ്ഞു. ഞാൻ തിരിച്ച് എന്തോ എങ്ങോട്ട് എന്നോട് പൊസിഷൻ നിൽക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് സൗകര്യമില്ല നിൽക്കാൻ, താൻ ആരോടോ പറയാമെന്ന് ഞാൻ ചോദിച്ചു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ഒരു അരമണിക്കൂർ അടി എന്ന് പറഞ്ഞാൽ പുള്ളി എന്നെ അടുത്ത് കിണറ്റിലിടുമെന്നൊക്കെ പറഞ്ഞു പുള്ളി. അവിടെ ഒരു തോടില്ലേ, അവിടെ ഒരു കുളം, മറ്റേ അരുവിക്കര വീട്ടിൽ അവിടെ ഇടുമെന്നൊക്കെ പറഞ്ഞു എന്നെ. അവസാനം ഞാനും കുറെ തിരിച്ചു വന്ന അവസാനം പ്രൊഡ്യൂസർ ഇടപെട്ടു. വാക്കുകൊണ്ടേ ഉള്ളൂ. അങ്ങനെ പ്രൊഡ്യൂസറൊക്കെ ഇടപെട്ട് ഭയങ്കര പ്രശ്നമായി. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ക്വിറ്റ് ചെയ്യാണ്, ഇനി ഞാൻ ചെയ്യുന്നില്ല പറഞ്ഞു. അപ്പം പിന്നെ അവർ പോട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ കുറേ നാൾ മൈൻഡ് ചെയ്യില്ലായിരുന്നു. ഞാൻ അയാളുടെ മുഖത്ത് നോക്കില്ല, എൻ്റെ അടുത്ത് എനിക്ക് സീനും പറഞ്ഞു തരില്ല, ഞാൻ സീൻ ചോദിക്കുകയില്ല. അങ്ങനെ ഒരു വർഷത്തോളം പോയി. പിന്നെ എനിക്ക് മനസ്സിലായി എപ്പോഴും ഒരിക്കൽ പുള്ളി എങ്ങനെ നോക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്ക് മനസ്സിലായത് ഇഷ്ടം കൊണ്ട് നോക്കാന്നല്ല വിചാരിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ എപ്പോഴും ഒരാളുടെ നമ്പർ പുള്ളിക്ക് വേണമായിരുന്നു. അങ്ങനെ എന്തോ എപ്പോഴും മിണ്ടാൻ അല്ല, അതുകൊണ്ടാണ് ഇത് ഇത്രയും വർഷത്തിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ കാണുന്ന മിക്കവാറും ഈ സംവിധായകരും നായികയും തമ്മിലുള്ള അല്ലെങ്കിൽ നടിയും തമ്മിലുള്ള കല്യാണത്തിന് ഒരു വലിയൊരു കാരണം മിക്കവാറും ഇങ്ങനെ തന്നെയാണ്, വഴക്ക് പറയുക. നമുക്ക് വെടക്കാക്കി തനിക്കാക്കുന്നൊരു പരിപാടി. അത് ഇപ്പോഴും എന്റെ ചേട്ടന്മാർ തുടരുന്നതിൽ വളരെ സന്തോഷം. കേട്ടാ, പുതിയ വരുന്ന കുട്ടികൾ നിങ്ങൾ ശ്രദ്ധിക്കും, നിങ്ങളോട് ആരെങ്കിലും ദേഷ്യപ്പെടുകയാണെങ്കിൽ സംവിധായകന്മാര് എന്തോ ഉദ്ദേശമുണ്ട്. അല്ല അത് എനിക്ക് ഗുരുവായൂർ പോകണമായിരുന്നു. അപ്പൊ എന്നെ വിട്ടില്ല നേരത്തെ. അപ്പൊ മനോജേട്ടൻ പേർപ്പസ്ഫുള്ളി വിടാതിരിക്കുവാന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. പക്ഷെ മനോജേട്ടൻ്റെ അടുത്ത് അത് എത്തിയില്ല. അപ്പം ഞാൻ കരഞ്ഞപ്പോഴത്തേക്ക് മനോടെ വന്ന് ചോദിച്ചാൽ എന്താ കാര്യം വെച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. പക്ഷെ അന്ന് രാത്രി എനിക്ക് മെസ്സേജ് അയച്ചു, സോറി ഞാൻ അറിഞ്ഞില്ല. അപ്പം ഞാൻ ചോദിച്ചാൽ ആരാന്ന് വെച്ചാൽ മനോജ് പേടാണോ. ഓക്കെ, അതങ്ങനെ വിട്ടു. പിന്നെ എപ്പോഴൊക്കെയാ ഇങ്ങനെ മിണ്ടി അതങ്ങനെയാണല്ലോ. അങ്ങനെയാണ് കാര്യങ്ങൾ. അല്ല, ഇവരുടെ അടി കാരണം ഒരു പ്രൊഡ്യൂസറിന്റെ ജീവിതം പോവേണ്ടതാ. ലാസ്റ്റ് അവസാനിച്ചത് അവർക്കൊരു ചിത്ര അവർക്കും ഭയങ്കര ഷോക്കായിരുന്നു. ഞാൻ കല്യാണം കഴിക്കാൻ പോവാ ഇയാളെ എന്ന് പറഞ്ഞപ്പോ കാരണം അവർക്കെല്ലാം ഞാൻ തെറി വിളിച്ചിട്ടേ കേട്ടിട്ടുള്ളൂ. Milma presents Fira Food Celebrity Kitchen Magic Season 3. Powered by Amardaveni KSFE, Bima Jewelers and Pankaj Kasturi Ortho Hair. ഓക്കെ, അപ്പൊ നമ്മള് ഗൗരിയുടെ ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ കഥയല്ലത്, ജീവിതമാണ് അല്ലേ. ആ ജീവിതത്തിലൂടെ നമ്മളിങ്ങനെ കുറച്ചു നേരം പോയി. നമ്മൾ ഗൗരിക്ക് അറിയാമോ എന്നറിയില്ല, ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ സംസാരിക്കും. ഇത് നമ്മൾ വരുമ്പോൾ ഒരു ഗൗരി വിചാരിച്ചിട്ടുണ്ടാകുന്നത് സെലിബ്രിറ്റി കിച്ചൺ മാജിക് ആണല്ലോ, അപ്പോൾ അടുക്കളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ അടുക്കള എന്ന് പറയുന്നതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഏരിയ എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ ആഹാരത്തിലൂടെയാണ് നമ്മൾ എപ്പോഴും കണക്ഷൻ. ഈ നേരത്തെ പറഞ്ഞ പോലെ എന്തിനേറെ പറയുന്നു, അറിയാതെ വെച്ചൊരു വിഭവമാണ് അപ്സര പോലും അറിഞ്ഞത്. ഒരു ഡയറി മിൽക്കിന് ഈ പ്രണയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സാധനമാണ്. മിക്കവാറും പേര് ഈ പ്രണയിക്കുന്ന ഒരു മിക്കവാറും പേരൊക്കെ ഡയറി മിൽക്ക് കൊടുക്കാറുണ്ട് അല്ലേ. അങ്ങനെ ഈ എനിക്ക് തോന്നുന്നത് ഫുഡുമായിട്ടും ഇത്തരം സ്വീറ്റ്സിലൂടെ നമ്മൾ കടന്നിട്ട് പിന്നെ ഒരുമിച്ച് കാപ്പി കുടിക്കാൻ പോകും, ഒരു കോഫി പോകുന്നു, അല്ലെങ്കിൽ പിന്നെ ഡിന്നർ കഴിക്കാൻ പോകുന്നു. എല്ലാ പ്രണയിനികൾക്കും എല്ലാ കാമുകനും കാമുകിമാർക്കും അവർ എപ്പോഴും മെമ്മറിയിൽ വെക്കുന്ന ഒരു ഭക്ഷണമായി റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു മെമ്മറി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അപ്സരയുടെ ഒരു മെമ്മറി പറഞ്ഞു. അയ്യോ എന്തോരം പറയാൻ. അയ്യോ ഏത് പറയും. അയ്യോ ഇല്ലേ ചേച്ചിയോട് ചോദിച്ചേ, ഏതെങ്കിലും ഒരു അന്വേഷിച്ചോ ഒരു സദ്യ വന്നു, പിന്നെ സാമ്പാർ വന്നു, പിന്നെ പപ്പടം വന്നു, പിന്നെ അച്ചാറ് വന്നു. അതല്ലേ? ഇല്ല ഇല്ല ഇല്ല, അപ്സര സ്റ്റാർട്ടർ ഐസ്ക്രീം തന്നെ ആയിരിക്കും. ഐസ്ക്രീം എനിക്ക് അല്ല, എന്റെ ഏറ്റവും ഇഷ്ട ഭക്ഷണം, എനിക്ക് ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ഒറ്റ ഇരിപ്പിന് 2 ലിറ്ററൊക്കെ ഒരുമിച്ച് കഴിക്കും, അത്ര ഇഷ്ടം. 2 ലിറ്റർ ഒറ്റയടിക്ക്? 2 ലിറ്ററാ? 1.5 ശരി, കഴിക്കട്ടാ.
ഒരു കോൺ അച്ചോ. അതിന്റെ അറ്റ കഴിച്ച് തിന്നോട്ടാ നവീന വിട് ആ കോണിന്റെ എഡ്ജെങ്കിലും കടിച്ച് പൊട്ടിക്കുന്ന പറയൂ, നിങ്ങളിനി പറയൂ കേട്ടോ. അപ്പൊ ഐസ്ക്രീം എനിക്ക് ഞാൻ ഒത്തിരി പ്രണയിക്കുന്ന സമയത്ത് ആ സമയത്ത് ഒരുപാട് ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട് ഞാൻ. അപ്പൊ ഐസ്ക്രീമാണ് അപ്സരയുടെ പ്രണയം ഈ പറഞ്ഞ പോലെ ഡയറി മിൽക്കിന്റെ ഉറപ്പായിട്ട് ഡയറി മിൽക്ക് ആണല്ലോ അല്ലേ? ഇപ്പോഴും എനിക്കും ഐസ്ക്രീമാണ്. സ്നോബോളിലെ ഐസ്ക്രീം അതാണ് ഫസ്റ്റ്. MG റോഡിൽ, അതെ അതെ അതെ, അവിടെയാണ് ഞങ്ങളുടെ പ്രണയം തുടങ്ങുന്നത്. ഈ മനുവായിട്ടുള്ള പ്രണയം അല്ല, വേണ്ട, ഞാനും പറഞ്ഞില്ലല്ലോ. ഒന്നും പറയണ്ട, ആളെ പറയണ്ട, ഒന്നും വേണ്ട നമുക്ക്. കാന്തരേമോ ചേച്ചി ആളെ പറയല്ലേ നവീനെ തീർച്ചയായിട്ടും ഐസ്ക്രീമാണ്. MG റോഡിൽ കാരവൻ ഐസ്ക്രീം. നിങ്ങളായിരുന്നോ? അല്ല അയ്യോ, ഞാൻ snowball. പറഞ്ഞു വന്നപ്പോഴേ മനോജേട്ടൻ അല്ലെന്നും പറഞ്ഞു, അല്ല, വേറെ- MG റോഡെന്നും അല്ല, പറഞ്ഞു. ഞാൻ പ്രേമിക്കുമ്പോ ജനിച്ചിട്ട് കൂടി ഉണ്ടാവില്ല. ഞങ്ങളതിന് ഏകദേശം 20 വ്യത്യാസം. പോട്ടെ, 15. അല്ല ഇല്ല, മോൻ പറ. അപ്സര കാരവനിൽ വെച്ചായിരുന്നു ഞങ്ങള് ഐസ്ക്രീം. പ്രണയിച്ചു തുടങ്ങിയത്. കാരവാനിലോ? പിന്നെ എന്താ കുഴപ്പമെന്ന് കാരവൻ ഐസ്ക്രീം പാർലറാണ്. സ്നോബോൾ കാരവൻ ഭയങ്കര ഫേമസ് ഫേമസ് ആയിരുന്നു. ആയിരുന്നു. പിന്നെ അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ 5 രൂപ ഉണ്ടായിരുന്നുള്ള ഐസ്ക്രീമിന്. പിന്നെ അത് മേടിച്ച് കാര്യം ആ സമയത്ത് അറിയാല്ല, കാശുണ്ടാവില്ല ആരുടെ കയ്യില്. ചിലപ്പോൾ പുള്ളിക്കാരി, ചിലപ്പോൾ ഞാൻ അങ്ങനെയായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഇന്ന് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും പുള്ളി വന്നിട്ട് പറയും വേറെ എന്തെങ്കിലും വേണോ, അങ്ങനെ 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 അങ്ങനെ. പിന്നെ അവിടെ നിന്ന് മാറേണ്ടി വന്ന്. പക്ഷേ എൻ്റെ സ്റ്റാർട്ടിങ് കാരവണിലായിരുന്നു, കാരവൺ ഐസ്ക്രീം പാർലറിലായിരുന്നു. ഓക്കെ, കുഞ്ഞുമോൾ ഉണ്ടാക്കുന്ന നീർദോശ ചമ്മന്തി അത് തന്നെ എനിക്ക് പ്രണയം എന്ന് പറയുമ്പോൾ, ബിക്കോസ് അത് അത്ര സ്നേഹത്തോടെ ഉണ്ടാക്കി തരുന്ന എൻ്റെ ഒരു ഇതാണ്. പിന്നെ ഞങ്ങൾ എവിടെ പോകുമ്പോഴും എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാവും. ഉപ്പിലിട്ട നെല്ലിക്കയും മാങ്ങയും ഇഷ്ടമാണ്, അപ്പോൾ അത് വാങ്ങിച്ച് കഴിക്കുക. കാറ് ഡ്രൈവ് ചെയ്യുമ്പം കരിമ്പിൻ ജ്യൂസ് ഇഞ്ചിയും നാരങ്ങയും ചേർത്ത് കുടിക്കുക. അപ്പം ഇങ്ങനെ ഞങ്ങളുടെ യാത്രകൾ മുഴുവൻ ഹൈദരാബാദ് ചെല്ലുമ്പം അവിടെ റാഗി മുദ്ദ കഴിച്ചത് ആദ്യമായിട്ട് കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ്, അല്ലെങ്കിൽ കുഞ്ഞുമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൈഡ് റൈസും ബട്ടർ ചിക്കനും. അപ്പോൾ അങ്ങനെ ഒരു ലിസ്റ്റ് തന്നെ എടുക്കാം. ഇപ്പോൾ എറണാകുളം താലിൽ പോയി കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസും ബട്ടർ ചിക്കനുമാണ്. ഇപ്പോൾ ഡ്രൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വഴിയിൽ ഇന്ന ചായക്കടയിൽ ഇതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ എനിക്കൊരുവിധം ഒരു ഞങ്ങളുടെ പ്രണയം ഞങ്ങൾ രണ്ടുപേരും കഴിക്കുന്ന ആഹാരം എന്താണെന്നുള്ളത് മനസ്സിലാക്കി. ദേ സേ ദ വേ ടു എ മാൻസ് ഹാർട്ട് ഇസ് ത്രൂ ഹിസ് സ്റ്റമക്ക് എന്ന് പറയുന്നത് സത്യമാണ്. എനിക്ക് ഉണ്ടാക്കി തന്ന നീർദോശയും ചമ്മന്തിയിൽ അന്ന് വീണതാണ്. ഹൃദയത്തിലേക്കുള്ള വഴി തുറന്നത് അപ്പോ ഇതൊക്കെ തന്നെ. പിന്നെ ഏട്ടൻ സ്പെഷ്യലായിട്ട് ആക്കുന്ന ഉണ്ണിയപ്പം, കേസരി, ഇതൊക്കെ തന്നെ. കേസരി ഉണ്ണിയപ്പം, കേസരി ഉണ്ട്. ചേച്ചി എനിക്ക് അങ്ങനെ ഒന്നും വലുതായിട്ടില്ല, അങ്ങനത്തെ ഒന്നും പറയാം. പക്ഷെ ഒന്നൊരു അപ്പവും മുട്ടക്കറിയാണ് അതെന്റെ ജീവിതത്തിലേക്ക്. MG റോഡാണോ? അല്ല അവള് ഇവിടെ അല്ലേ, ഞങ്ങൾ എറണാകുളംകാരല്ലേ. MG റോഡ് എവിടെയെല്ലാം ഉണ്ട്. അല്ല, ഞങ്ങളുടെ MG റോഡിന്റെ കാര്യം പറയുമ്പോ അതും ഇതും കൂടി കൂട്ടിക്കൊഴക്കില്ല. അവിടുത്തെ MG റോഡ് അത്ര താല്പര്യമില്ല. അത്ര സ്വാർത്ഥയാണ്. അതായത് എന്റെ MG റോഡ് എൻ്റെ സ്നോബോൾ, MG റോഡ് സ്നോബോൾ കാരവനും എൻ്റെ കാരവൻ. എന്റെ ചേച്ചി അല്ല, അഥവാ MG റോഡിൽ പോയിട്ടുണ്ടെങ്കിൽ പറയല്ലേ. വിട്ടു അങ്ങോട്ടില്ല, ആ ഏരിയ വേണ്ട. കോൺവെന്റ് റോഡ്. നമ്മുടെ കോവിഡ് സമയത്ത് ഞാൻ സ്ഥലം വാങ്ങിച്ചു. ദേവേട്ടൻ്റെ സ്ഥലമാണ് ഞാൻ വാങ്ങിച്ചത്, 5 സെൻറ്റ് ഉള്ളൂര്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഈ സ്ഥലം ഞാൻ വാങ്ങുന്നത് കോവിഡ് ടൈമിൽ. കോവിഡ് ആ ഒരു സമയത്തായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പുള്ളിയുടെ കുറച്ച് പ്രോപ്പർട്ടീസ് വിൽക്കാൻ വേണ്ടി ദേവേട്ടൻ രജനി എന്ന് പറയും എൻ്റെ ഫ്രണ്ട്, അവൾ എൻ്റെ കൂടെ ആയിരുന്നു അന്ന്, അവളെ ഏൽപ്പിച്ചിരുന്നു. അപ്പം ഞാൻ ഈ പറഞ്ഞ കണക്ക് എങ്ങനെയെങ്കിലും വാടക വീട് മാറി സ്വന്തമായിട്ടൊരു ലോൺ എടുത്തൊരു കൊച്ചു വീട് വെക്കണം എന്നുള്ള ഇതിൽ സ്ഥലം നോക്കുന്നുണ്ടായിരുന്നു ആ ടൈമിൽ. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് അറിയാമല്ലോ, നമ്മുടെ വലുതായിട്ടൊന്നുമില്ല. അപ്പോൾ ലോണൊക്കെ എടുത്തിട്ട് വേണം ആദ്യം പ്രോപ്പർട്ടി വാങ്ങാൻ. അപ്പം ആ ഒരു ബഡ്ജറ്റിനകത്ത് നിൽക്കുന്ന പല സ്ഥലത്തും ഇങ്ങനെ പോയി കണ്ടു. അപ്പം ഞാനും പിള്ളേരും മാത്രമല്ലേ, അപ്പോൾ ഏരിയ നോക്കണം ഒക്കെ നോക്കിയല്ലേ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓടി നടന്ന് ഞാനും രജനിയും കൂടെ നോക്കുക ഇങ്ങനെ. അപ്പോൾ ആ സമയത്താണ് ഈ ഒരു വസ്തുവിൻ്റെ കാര്യം വന്നപ്പോൾ രജനി എൻ്റെ അടുത്ത് പറഞ്ഞു, ഡി ഇങ്ങനെ ഒരു വസ്തു വന്നിട്ടുണ്ട്, എന്നെ ഏൽപ്പിച്ചിരിക്കുക, നീ ഒരു കാര്യം ചെയ്യൊന്ന് വന്ന് കണ്ടു നോക്ക്, ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്കത് സംസാരിച്ച് എങ്ങനെയെങ്കിലും അതിൽ നിന്ന് കുറച്ച് 3-4 സെൻറ്റ് വാങ്ങാം. എനിക്കിത് വേണ്ട, എന്താ കമ്മീഷൻ വേണ്ട, എൻ്റെ കമ്മീഷൻ കുറച്ചിട്ടുള്ള പുള്ളിക്ക് ഇതാക്കിയാൽ മതി എന്ന് പറഞ്ഞ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവളത് പറയുന്നതും ഞാൻ പോയി ആ സ്ഥലം അവളെന്നെ കൊണ്ട് കാണിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ചെറിയൊരു പ്ലോട്ട്, വേറെ കുറേ പ്ലോട്ടുണ്ട്, അപ്പോൾ അതിലൊരു ചെറിയ പോർഷൻ.
അങ്ങനെ ആദ്യം വിളിച്ച് സംസാരിച്ചു ഒക്കെ ചെയ്തു. രജനിയാണ് അതെല്ലാം സംസാരിച്ചതും ഒക്കെ. അപ്പോൾ വില അത്ര അടുക്കുന്നില്ല. അപ്പോൾ ഞാൻ രജനിയോട് പറഞ്ഞു, രജനി നടക്കൂല, എൻ്റെ കയ്യിൽ ഇത്രേ ഉള്ളൂ, അതിൽ നിൽക്കുന്നതാണെങ്കിൽ നമുക്ക് നോക്കാം, ഇല്ല വിട്ടേക്ക് നമുക്ക് വേറെ നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ പോയി. അപ്പോൾ ഇവള് വിളിച്ച് സംസാരിച്ചു പുള്ളിയുടെ. അപ്പോൾ പുള്ളി പറഞ്ഞു നോക്കാം, എന്തായാലും ഞാൻ വരാം, നമുക്ക് നേരിട്ട് കോവിഡ് ടൈം ആയതുകൊണ്ടാണ് എനിക്ക് ഇച്ചിരി ചുളു വിലയ്ക്കത് കിട്ടിയത്. കാരണം കോവിഡ് സമയത്ത് മൊത്തത്തിൽ വില ഡിമ്മായിരുന്നു, പുള്ളിക്കും കുറച്ച് പൈസയുടെ ആവശ്യമുണ്ടായിരുന്നു. ആ സമയത്ത് അപ്പോൾ പുള്ളിയും പുള്ളിയുടെ ഫ്രണ്ടും കൂടെ നമ്മളടുത്ത് സംസാരിക്കാൻ വന്നു, ഈ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാൻ വന്നപ്പോൾ കോവിഡ് കടകളെല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ രജനി എൻ്റെ അടുത്ത് പറഞ്ഞു, അവർ കൊച്ചിയിൽ നിന്നാണ് വരുന്നത്, അവർ ചേട്ടൻ കൊച്ചിയിൽ നിന്നാണ് വരുന്നത്, അപ്പം ഹോട്ടലൊന്നുമില്ല, അവർ അതിരാവിലെ അവിടെ നിന്ന് വരും, നീ ഒരു കാര്യം ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കുക, വീട്ടിൽ വരുമ്പം അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാം, കടയൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതൊരു ഇതല്ലേ, വരട്ടെ നമുക്ക് വേണ്ടി വരുമല്ലേ, അഡ്ജസ്റ്റ് ചെയ്ത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പവും മുട്ടക്കറിയും ഉണ്ടാക്കി. പുള്ളിയും പുള്ളിയുടെ ഫ്രണ്ടും കൂടാണ് വന്നത്. ഞാൻ ഈ അപ്പവും മുട്ടക്കറിയും കഴിച്ചിട്ട് പോയി, സ്ഥലക്കച്ചവടവും നടന്നു. അത് കഴിഞ്ഞ് പറഞ്ഞപ്പോ ചേച്ചി അതൊരു മിസ്റ്റേക്ക് നമ്മൾ കേട്ടതിനകത്ത് പറ്റിപ്പോയത്. ദേവേട്ടൻ എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. അപ്പൊ ഞങ്ങള് കരുതുന്നത് അറിയാമോ, ദേവേട്ടൻ എന്ന വസ്തു വാങ്ങി പരിചയമുള്ള അപ്പൊ ബന്ധത്തിലിരിക്കുന്ന സമയം എന്നാ ചേച്ചി ആദ്യം പറയുന്നത് അപ്പം മുട്ടക്കറി കഴിച്ചിട്ട് പോയി ആ മനുഷ്യൻ, അതിന് ശേഷമാണ് അത് ആ ആളാണ് ദേവേട്ടൻ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ പെട്ടെന്ന് ക്യാച്ച് തന്നെ. ഇത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യരുത്, അതല്ലേ അവള് പറഞ്ഞത്. ഇത് മൊത്തം കൺഫ്യൂഷൻ ആയിരുന്നു എനിക്ക്. ഞാൻ ഇടയ്ക്ക് ബ്രേക്ക് മനസ്സിലായി. അപ്പൊ ചേച്ചി അപ്പം മുട്ടക്കറി അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു. അവരെല്ലാരും നന്നായിട്ട് കഴിച്ചു. ആ ഡീല് നടന്നു, വസ്തു ഞാൻ വാങ്ങിക്കുന്നു, എല്ലാം കഴിഞ്ഞു, തിരിച്ചു പോയി. അത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് വേറൊരു ട്വിസ്റ്റ് വന്നു. നമ്മളത് എഴുതിയെല്ലാം കഴിഞ്ഞ് പോയപ്പോഴത്തേക്ക് ഈ ടാക്സ് അടയ്ക്കേണ്ട മറ്റേ ഇതൊക്കെ വന്നപ്പോൾ പ്രമാണത്തിൽ ചെറിയ തിരുത്ത് വന്നു. അപ്പോൾ എന്നെ അവിടുന്ന് വില്ലേജ് ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, യമുന ഇത് ചെറിയ പ്രശ്നമുണ്ട്, നമ്പറൊക്കെ മാറിയിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഇല്ല പുള്ളി വിളിച്ചിട്ട് പറഞ്ഞത് ഒന്നെങ്കിൽ അയാളെ തിരിച്ചു തന്നു പുള്ളി. അപ്പൊ വിളിച്ചിട്ട് പറഞ്ഞ യവന് ഇത് ആരാണോ കൊടുത്ത പൈസ തിരിച്ചു മേടിക്കും. സീരിയസ്ലി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അതാ പറഞ്ഞേ, വേറെ ട്വിസ്റ്റാണ്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മളെ അറിയാലോ എല്ലാവർക്കും, നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മളാണ് ഈ മേടിച്ചെന്നൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് അവരെ നമ്മളെ പേഴ്സണലി വിളിച്ചിട്ട് പറഞ്ഞ ഈ വസ്തു മേടിക്കരുത്, അതിൻ്റെ അത് പ്രമാണത്തിൽ നമ്പറുകളൊക്കെ എന്തൊക്കെ പെശ കൊണ്ട് യവന് ആ കൊടുത്ത പൈസ തിരിച്ചു മേടിയിര്. കാരണം നമ്മൾ പല കടമൊക്കെ മേടിച്ച് ആണത് എടുത്തത്, തിരിച്ചു മേടിയിരുന്നു. എനിക്ക് പെപ്രാളം. ഞാൻ രജനിയെ വിളിച്ചിട്ട് പറഞ്ഞു, മര്യാദയ്ക്ക് കാര്യമുണ്ട്, അപ്പം മുട്ടക്കറി കഴിച്ചില്ല, പുള്ളി കൊടുക്കില്ല, കഴിഞ്ഞു, മര്യാദയ്ക്ക് ആ കൊടുത്ത പൈസ തിരിച്ചു കൊണ്ടുവരണം. എനിക്ക് സ്ഥലവും വേണ്ട, ഒന്നും വേണ്ട, ഞാൻ വേറെ മേടിച്ചോളാം. അതെന്താന്ന് വെച്ചാൽ നീ ഇടപെട്ട് കറക്റ്റ് ചെയ്യുന്നു പറഞ്ഞു. 2 ദിവസത്തിനകത്ത് പുള്ളി വന്നു, പേപ്പറെല്ലാം കറക്റ്റ് ചെയ്തു, വീണ്ടും അപ്പം മുട്ടക്കറി പിന്നെ ഉണ്ടാക്കിയില്ല, മേലെ ഉണ്ടാക്കരുത് അങ്ങനെ അത് ശരിയാക്കി. പുള്ളി തന്നെ വന്നത് തിരുത്താധാരമൊക്കെ ചെയ്തെല്ലാം ക്ലിയർ ആക്കി തന്ന് പോയി. എനിക്ക് തോന്നുന്നു 1 മാസമായി കാണും. 1 മാസമായി കഴിഞ്ഞപ്പോൾ രജനി എൻ്റെ അടുത്ത് പറഞ്ഞേ, ഈ ഒരു കല്യാണാലോചനയുണ്ട്, നമുക്ക് നോക്കിയാലോ. അടുത്ത ട്വിസ്റ്റ് സീരിയസ് ആയിട്ട് അങ്ങനെയാണ് നടന്നത്. ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്നറിയാമോ, ഇപ്പൊ വീട്ടിൽ അപ്പം മുട്ടക്കറി വെക്കാൻ സമയമില്ല. അനീഷ് പ്രത്യേകം പറഞ്ഞു, കല്യാണത്തിന് അപ്പം മുട്ടക്കറി ഉണ്ടാക്കരുത്, വേറെ കുറെ ആൾക്കാർ വരുന്നു. അപ്പൊ ഇവിടെ ദീപൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, MG റോഡ് ഞാനതാ പറയാൻ, വില്ലേജ് ഓഫീസ്, ഐസ്ക്രീം ഡയറി മിൽക്ക്, വില്ലേജ് ഓഫീസ്, ഐസ്ക്രീം ഡയറി മിൽക്ക്, MG റോഡ്, മറ്റേതൊന്നും എനിക്കില്ല. എനിക്ക് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ട്യൂഷൻ പഠിച്ച സമയത്ത് ഒരു കുട്ടിയുണ്ടായിരുന്നു. പ്രണയത്തിലേക്ക് 10ാം ക്ലാസ് എത്തിയപ്പോഴാണ് ചെറുതായിട്ട് വന്നത്. പക്ഷെ അതുവരെ ഭയങ്കര ഒരു കൂട്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെ ഈ കഥ പോലെ ഭയങ്കര നൊസ്റ്റ് സാധനമാണ്. അപ്പൊ ഈ 5ാം ക്ലാസ് മുതൽ പഠിക്കുന്ന സമയത്ത് ഈ സൺഡേ ക്ലാസ്സിന് പോയിട്ട് വരുന്ന സമയത്ത് നമ്മുടെ ട്യൂഷൻ സെന്ററിന് അടുത്തൊരു ഈ കാരമരമുണ്ട് വലിയ, അപ്പം കാരക്ക. അപ്പൊ ഇതിന്ന് അപ്പൊ ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. അപ്പൊ ഈ കാരയ്ക്ക് വീഴുന്നതിനെ പെറുക്കി എടുത്തിട്ട് ഞങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യും. അതാണ് ആദ്യത്തെ ഒരു ഓർമ്മ, കാരക്ക. അപ്പം ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു, പുള്ളിക്കാരത്തേക്ക് സൈക്കിൾ ഉണ്ടായിരുന്നത്. അപ്പൊ ആ സൈക്കിളിൽ ഞങ്ങൾ ഒരുമിച്ച് പോകും. അത് 10ാം ക്ലാസ് ഒക്കെ എത്തിയുന്ന സമയത്ത് ഈ നൈറ്റ് ക്ലാസ് വരും ഞങ്ങൾക്ക് ട്യൂഷൻ സെന്ററിൽ. അപ്പൊ പഠിക്കുന്ന സമയത്ത് ഈ തേൻ മിഠായി കൊണ്ടുവരും. അല്ല നൈറ്റ് ക്ലാസ് അല്ല, ഈ വക്രത പാടില്ല കേട്ടോ. കാരയ്ക്ക് മാറി തേൻമിഠായിലെത്തി. ആ ഈ തേൻമിഠായി കൊണ്ടുവരും. അപ്പൊ ഈ തേൻ വിളിച്ചു തുടങ്ങി.
നൈറ്റ് ക്ലാസ്സും സ്വയം തുടച്ചാൽ മതി. നവീൻ കൊടുക്കാം. അപ്പൊ ഇത് രണ്ടുമാണ് എനിക്ക് ഫുഡിൽ ഓർമ്മ വരുന്നത്. ഇന്നും തേൻമിഠായി എവിടെ കാണുമ്പോൾ ഞാൻ മേടിക്കും. ഒരു ചുമന്ന കളറിൽ പഞ്ചസാര ഇത്. പക്ഷേ ഇതിന്റെ ചുരുക്ക അവസാനം ഞാൻ പറയുകയാണെങ്കിൽ ആ കുട്ടി ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, സൂയിസൈഡ് ചെയ്തു. ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. കല്യാണം കഴിഞ്ഞു, 2 കുട്ടികളുണ്ട്. പക്ഷെ ഇപ്പൊ ഇല്ല ആ കുട്ടി. നല്ല ഓർമ്മകളുണ്ട്, ഒരുപാട് ഓർമ്മകളുണ്ട്. നോട്ട്സ് എഴുതി തന്നത്, സൈക്കിൾ ഒരുമിച്ച് പോകുന്നത്, ഞാനിതാണ് നേരത്തെ പറഞ്ഞു കുറെ ഓർമ്മകളുണ്ട്. വെയിറ്റിംഗ് ആണ് ഞാൻ. കൊറേ ഉണ്ട്. അപ്പൊ അതിലൊന്നുള്ളത് ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നലെ നടന്നു പറ. ഇന്നലെ നടന്നു. ഇന്നലത്തെ വേണ്ട, ആദ്യത്തെ പിന്നെ പറയാം. ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് പുള്ളി കോഴിക്കോടാണ്. എൻ്റെ അതേ സെയിം ഏജ്. എനിക്ക് സെയിം ഏജ് പറ്റത്തുള്ളൂ കൂടുതലും പ്രണയിക്കാനാണെങ്കിൽ. പിന്നെ അപ്പം ഞങ്ങൾ ഇത് കഴിക്കും, വടയും ചമ്മന്തിയും കിട്ടും ഈ സൈഡിൽ ട്രിവാൻഡ്രത്തൊക്കെ. അപ്പൊ അത് കഴിക്കാൻ ഭയങ്കര ക്രേസ് ഉള്ള ആളാണ്. നമ്മൾ ഒരിക്കൽ ഞങ്ങൾ ലിവിംഗ് ടുഗദർ ആയിരുന്നു ആ സമയത്ത്. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ ഈ ട്രിവാൻഡ്രത്ത് ഒരു സ്ഥലം ഉണ്ടല്ലോ, മലയുള്ള സ്ഥലം, അല്ല മഞ്ഞൊക്കെ ഉള്ള അവിടെ വന്നിരുന്നു. ആ പൊന്മുടിയിൽ അത് കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിരുന്നു, മലയുടെ മണ്ടേന്ന്. ഉണ്ട് ഉണ്ട് ഉണ്ട്, കടയുണ്ട്, കുറെ ഷോപ്പ് ഉണ്ട്. അപ്പൊ ഇത് ഭയങ്കര ഓർമ്മ. ഞങ്ങൾ അങ്ങനെ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി, നിങ്ങൾ പറയട്ടെ. ഞങ്ങൾക്ക് 2 വീലറിലാ പോയി, പോലീസ് ഞങ്ങളെ റേഡിയോ പോക്കിന്ന് 2 വീലറിലാ പോയപ്പോ നമുക്ക് ഹെഡ്ലൈറ്റ് ഉണ്ടായിരുന്നു, തിരിച്ചു ഹെഡ്ലൈറ്റ് ഉണ്ടായില്ല. അപ്പൊ ഇരുട്ടായി. അപ്പൊ ഞങ്ങൾ പെട്ടുപോയില്ലേ, കാരണം പുലി ഇറങ്ങുന്ന സ്ഥലമൊക്കെ അല്ലേ അവിടെ. പുലി ഉണ്ടെന്ന് തോന്നുന്നു അവിടെ. ഇല്ല, ഓക്കെ. തിരിച്ചിറങ്ങാൻ പറ്റണ്ടേ, പറ്റിയില്ല. അവസാനം ഞങ്ങൾ പോലീസിനെ വിളിച്ചിട്ടാ പോയത്. വന്നു. വടയും ചമ്മന്തിയാണല്ലേ? വടയും ചമ്മന്തി. എനിക്ക് ഇതൊരു പ്രേമം ഉണ്ടായിട്ടില്ല. ഓ, ഞങ്ങൾ വിശ്വസിക്കണത് മാസ്റ്റർ വിഷ്ണു പ്ലീസ്. അപ്പൊ ഗൗരി വന്ന കാരണം നമുക്ക് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയല്ലേ? ഓരോന്നിനും ഓരോ കാരണങ്ങളുണ്ടെന്നല്ലോ അല്ലേ? ഗൗരിക്ക് എന്ത് തോന്നി? ഇത് കേട്ടിട്ട് വളരെ രസകരമായിട്ട് തോന്നിയില്ലേ? എനിക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയത് ദീപന്റെ തേൻമുട്ടായി, കാരക്ക. അപ്പം മുട്ടപ്പൊടി അതൊരു വെറൈറ്റി ആയിരുന്നു. രജിസ്ട്രാറിന് വരെ കൊടുത്തു. രജിസ്ട്രാറിന്. അപ്പൊ എന്തായാലും വളരെ രസകരമായിട്ടാണ് നമ്മൾ പോയത്. നമ്മൾ ഇനി അപ്പം മുട്ടക്കറിയുടെ കാര്യം പറഞ്ഞോണ്ടിരിക്കാതെ നമുക്ക് ഇവിടെ കൊണ്ട് ഓരോ വിഭവങ്ങൾ ചെയ്യിപ്പിക്കേണ്ട സമയം അല്ലേ? സമയമായി. അപ്പോ നമുക്ക് ഇനിയിപ്പോ വിഭവങ്ങൾ തയ്യാറാക്കേണ്ട സമയം. സർപ്രൈസ് ആണ്. എന്തിനും കാര്യമായിട്ട് കൊടുക്കണം കേട്ടോ. കാര്യമായിട്ട് തരുന്നു. അല്ല, സിമ്പിൾ ഒന്നും പറ്റത്തില്ല. അല്ല, കാരണം ഷെഫ് ഒരു കുറിപ്പ് തന്നിട്ടുണ്ട് ഞങ്ങളുടെ കയ്യില്. ഷെഫാണ് ഇൻഗ്രീഡിയൻസ് തരുന്നത്. അത് വെച്ച് നമ്മൾ കുക്ക് ചെയ്യണം. അത് വെച്ച് നിങ്ങൾ ചെയ്യണം എല്ലാവർക്കും. അപ്പൊ നമ്മളെ സെയിം 4 ടീമിനും സെയിം ഐറ്റം, സെയിം ഇൻഗ്രീഡിയൻസ് തരും. ആ ഐറ്റം വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വിഭവം ഉണ്ടാക്കാം. പുറത്തൊന്നും പോകണ്ട, ഇവിടെ തന്നെ ഒന്നുമില്ല. നിങ്ങൾ ടേബിളിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള വിഭവങ്ങളെല്ലാം അവിടെ ഉണ്ടാവും, ഐറ്റംസ് എല്ലാം ഉണ്ടാവും. ആ ടേബിളിലുള്ള ഐറ്റംസ് വെച്ചിട്ട് മാത്രം നമുക്ക് കുക്ക് ചെയ്യാം. ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട്, നമ്മൾ ഇതുവരെ ചെയ്ത പോലെ അല്ല അല്ലേ? ആദ്യമായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരേ ഐറ്റം എല്ലാവർക്കും തരുന്നത്. അതൊരു ഷെഫിന്റെ ഒരു നിർദ്ദേശമായിരുന്നു. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് അവരുടെ ഈ കഴിവ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അനീഷയുടെ അതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞാൽ ചിക്കൻ ആണ്. അടിപൊളി പ്രോട്ടീൻ. അപ്പൊ തുടങ്ങാം. എന്നാ പിന്നെ നമുക്ക് ആരംഭിച്ചാലോ? Milma presents Fira Food Celebrity Kitchen Magic Season 3. Powered by Amardaveni KSFE, Bima Jewelers and Pankaj Kasturi Ortho Hair. Milma presents Fira Food Celebrity Kitchen Magic Season 3. Powered by Amardaveni KSFE, Bima Jewelers and Pankaj Kasturi Ortho Hair. നമസ്കാരം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കറി, അതും കോഴിക്കറി. എല്ലാവർക്കും സെയിം ഡിഷാണ്, നമുക്ക് ഇൻഗ്രീഡിയൻസ് ആണ് എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത്. ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രമേ ഇപ്പം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ എപ്പോഴും ഒരു സിഗ്നേച്ചർ എല്ലാത്തിൽ ഇടാറുണ്ട്. ഞങ്ങളുടെ സിഗ്നേച്ചർ യൂട്യൂബ് ആണ്. യൂട്യൂബ് അത് പറ്റില്ല.
ആ സെയിം സിഗ്നേച്ചർ ഞങ്ങൾ ഇതിലും ഇടാൻ ശ്രമിക്കും. ഒരു കയ്യപ്പ് അല്ലേ? എവിടെയെങ്കിലൊക്കെ ഒരു കുരുത്തൊക്കെ നമ്മൾ കാണിക്കും. അതെ, അതെന്താ ഇതിലും കാണിക്കും. നമുക്കപ്പോ ഇനി അധികം സംസാരിച്ച് സമയം കളയണ്ട. അപ്പൊ വേണ്ട ഇൻഗ്രീഡിയൻസ് പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ടീമിന് ഒരേപോലത്തെ സാധനം വേണ്ട. ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം. ഞങ്ങൾക്ക് പകരം അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് അവര് പിന്നെ ഇതെല്ലാം ഉപയോഗിക്കുന്ന നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. ഉണ്ടോ? ഒരു നിർബന്ധമില്ല, വേണ്ടത് എടുക്കാം. ചിക്കൻ പോലും വേണമെന്ന് നിർബന്ധമില്ല. ഇല്ല, ചിക്കൻ ഇല്ലാതെ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാം ഞങ്ങളുടെ പരീക്ഷണം. ഞങ്ങളുടെ അടുത്ത എപ്പിസോഡിൽ അതായിരിക്കും. അതെ. ഇത് വേണ്ട സാധനങ്ങൾ ഇതെല്ലാം വേണം. അപ്പൊ നമ്മൾ ആദ്യം പാൻ ഓൺ ആക്കുന്നു. അപ്പോൾ എല്ലാ ചിക്കൻ കറിയും ഉണ്ടാക്കുന്ന പോലെ അല്ല ഈ ചിക്കൻ കറി. വളരെ ചിക്കൻ വേണം ഇതിന്. അതെ, ചിക്കൻ എന്ന് പറയുന്നത് കടയിൽ പോയി ചിക്കൻ എന്ന് പറയുമ്പോൾ രാവിലെ എഴുന്നേറ്റ് ചിക്കനെ വെട്ടി അത് പീസാക്കി അതിന് ഏറ്റവും നല്ല കഷ്ണങ്ങൾ തപ്പിയെടുത്ത് കൊണ്ടുവന്ന ചിക്കനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ പാൻ ചൂടായി. അപ്പൊ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ചൂടായിട്ടില്ല, വെള്ളം പോട്ടെ അവിടെ. അപ്പൊ അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ. നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണയാണ്, ഞങ്ങളുടെ ഹാസ്യം പോലെ. അതെ എന്ന് നാട്ടുകാർ പറയണം. എണ്ണ തിളക്കാൻ ടൈം എടുക്കുന്നു. നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. നാട്ടിലെങ്ങനെ മഴയൊക്കെ ഉണ്ടോ? ഇല്ല, ഞാൻ ദുബായിലായിരുന്നു. അവിടെ നേരെ സ്വിറ്റ്സർലാൻഡിലേക്ക്. സ്വിറ്റ്സർലാൻഡ്. സംക്രമ പമകരി ഇഞ്ചി ഇടൂ. ആ പാട്ടറിയോ? യെസ് ഗൈസ്. അപ്പോൾ ഒരു ഇഞ്ചി ഞങ്ങൾ ചോപ്പ് ചെയ്ത് ഇഞ്ചി ഇടുകയാണ്. തെറിക്കും പയ്യട്. അടുത്ത വെളുത്തുള്ളി ഒരുപാട് വേണ്ട, ഒരുപാട് ഇട്ടല്ലേ ഇഞ്ചിയുടെ ടേസ്റ്റ് വരും. കിഷ്കിണ്ട്. കിഷ്കിയോ? കിഷ്കിന്ത കണ്ടോ എന്നൊക്കെ പറയാം. അത് കുറച്ചിട്ടോ, വെളുത്തുള്ളി കുറച്ചിട്ടോ, അത്ര വേണ്ട. ഇട്ടോ. പണ്ടെപ്പോഴോ കുക്ക് ചെയ്തപ്പോ ഇച്ചിരി കരിഞ്ഞു പോയി. അതാണ് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ എപ്പിസോഡ്. നല്ല ചിക്കൻ കറിയുടെ മണം. അതവരുണ്ടാക്കിയ നമ്മൾ ചെന്തളിരികൾ പോലും അംഗൻവാടികളിൽ. ആ പാട്ടറിയില്ലേ? എന്നാ തുടക്കം എന്തായിരുന്നു? അതിന്റെയാണ് മറ്റേ ഹംസങ്കിൾ പറഞ്ഞത്. അത് തുടക്കം എന്തിന്? ശശികല മൂളും അംഗൻവാടികളിൽ. തുടക്കം എന്തായിരുന്നു എന്റെ? ശശികല മൂളും അംഗൻവാടികളിൽ മാനിലകളെ നോക്കി കയ്യിൽ കറുമുറയായി വരം നേടുന്നു. പണ്ട് എനിക്ക് വേണ്ടി പാട്ട് പഠിപ്പിച്ചോ. ആ പാട്ട് ഓർമ്മ? അതല്ല, അതിന് മുന്നേ പഠിപ്പിച്ച പാട്ട്. ഫസ്റ്റ് വൈറൽ സോങ് അതായിരുന്നു. പക്ഷെ വൈറലായില്ല. തത്തിന്തകത്തേതോ. സവാള ഇടൂ. ഒരുപാട് ഇടല്ലേ, ഇടൂ. കുറച്ചുകൂടി ഇട്ടോ. ഓക്കെ, കുറച്ചുള്ളിയും കൂടെ ഇടാം നമുക്ക്. ഉപ്പിട്ടെ. അത് ഓക്കെ. ഇട്ടോ. സന്ധ്യേ കണ്ണീരിലെന്തേ സന്ധ്യേ സ്നേഹമയി. കറിവേപ്പിടണോ? ഇപ്പം കറിവേപ്പിടണോ? കറിവേപ്പില ലാസ്റ്റ് ഇടാം. എനിക്ക് 1-2 ഇട്ടേക്കല്ലേ. ഇതൊരു ബ്രൗണിഷ് കളർ ആകുന്ന സമയത്ത് നമുക്ക് ഞാൻ കുറച്ച് കൊച്ചുള്ളിയും കൂടി ഇടാന്ന് വിചാരിക്കുന്നു. പക്ഷേ റൊപ്പീന് അതൊന്ന് വഴറ്റി വന്നിട്ടിട്ടാ മതി. ഇല്ല, അത് ജസ്റ്റ് ഇട്ടിട്ട് 2-3 സെക്കൻഡ്സ് ഇടാം. കാരണം അറിയോ, കൊച്ചുള്ളി ആയതുകൊണ്ട് അതുകൊണ്ട് ഇത് രണ്ടായിപ്പോ. കുറേ ഇപ്പോ കേട്ടോ. ഇല്ല, നമുക്ക് ചിക്കൻ 1.5 ഇതില്ലേ. ഇത് നമ്മൾ കൊച്ചുള്ളി ഇടുന്നതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് പറഞ്ഞു. അല്ല, അറിയാവുന്നല്ല, ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇത് മുളകിട്ടില്ല. തന്നന്നം താനന്നം താളത്തിലാടി മന്ദാര കുമ്പത്തൊരു നാലിലാടി ചോമയ പൂമ്പൈതൽ
ഒന്നാനം കുന്നിന്റെ ഓമനകൾ കോപ്പിറൈറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ഇടാൻ പറ്റില്ല കേട്ടോ. ഇല്ല അയ്യോ എന്റെ പാട്ടൊക്കെ കോപ്പിറൈറ്റ് എങ്ങനെ അടിക്കാനാ? ആ അതൊക്കെ അടിക്കും. വാഗോണ്ട് ഇല്ല. പറ്റും. ഇല്ല പറ്റും. വോക്കൽ സൗണ്ടോ എങ്ങനെ? ഞാൻ ചില വ്ളോഗ്സ് ചാനൽ കാണാറുണ്ട്. അപ്പോൾ അവർക്ക് ഇതുപോലെ കോപ്പറേറ്റ് അവർ പറയാറുണ്ട്, വീഡിയോയിൽ വാഗോണ്ട് പാടുമ്പോഴും കോപ്പറേറ്റ് ഇട്ടാറുണ്ടെന്ന്. അതൊരു പുതിയ അറിവാ. കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് മഞ്ഞപ്പൊടി മതി, അതൊരു കളറിന് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇടുക. മല്ലിപ്പൊടി ഇത് കുറച്ച് വേണം. മല്ലിപ്പൊടി ഇത്ര മതിയോ? ആ മല്ലിപ്പൊടി, ഗരം മസാല പേരിന് മതി, മണത്തിനല്ലേ. കുരുമുളക് പൊടി, കുരുമുളക് ഇവിടെ ലാസ്റ്റ് ഇടാം, വേണമെങ്കിൽ ഇപ്പോഴും ഇടാം. നമുക്ക് എരിവ് നോക്കിയിട്ട് ഇട്ടത് ആദ്യം പുറത്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ ഇത് മുളക് പൊടി ഇത്ര മതിയാ? ഇത് കാശ്മീരി ചില്ലി അല്ലല്ലോ? അല്ല, മുളക് പൊടിയാണോ? പുറത്താ കളയണ ഫുള്ള്. എരിവ് കൂടുതൽ മുളക് ഇട്ടിട്ടുണ്ട്, നീ കുരുമുളക് ഇട്ടിട്ടുണ്ട്, ഈ മുളക് പൊടി ഇടുമല്ലേ. പെരുംജീരകം അതിട്ടോ കുറച്ച്. ചിക്കൻ മസാല ആയിരിക്കുന്നു. ചിക്കൻ മസാല ലാസ്റ്റ്. അതെ. എന്തോ വരട്ടെന്ന് പറഞ്ഞ് ചിക്കൻ മസാല ഇട്ടിട്ട് ഇനി പച്ച മണം മാറുന്നവരെ ഒന്ന് കിണ്ടണം പൊടികളുടെ. ഹലോ ഗൈസ്, നിങ്ങളുടെ മുട്ടക്കറി റെഡിയായി. ചിക്കനായിരുന്നു. മുട്ടയല്ലേ? ഞാൻ മുട്ടക്കറി ഉണ്ടാക്കിയത്. എനിക്ക് വലിയ പ്രതീക്ഷയില്ല. ചുമ്മാ ഒരു അർത്ഥം വെച്ചുള്ള സംസാരം. അല്ലടാ, നിന്നെ ഓക്കെ, നാദരയാണ് ഏറ്റവും ബെസ്റ്റ്. അല്ല പിന്നെ ഇല്ല, ഞങ്ങൾ ചിക്കൻ കറി ഉണ്ടാക്കി. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. നിങ്ങൾ എന്തായി? ഞങ്ങൾ ഇതുവരെ നല്ല ചിക്കന്റെ മണമില്ലേ? ചിക്കൻ ഇട്ടിട്ടില്ല. ചിക്കൻ ഇട്ടാലാണ് വരത്തുള്ളൂ. അതെ, ഇടാം നമുക്ക് ചിക്കൻ. നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങൾ പോയിട്ട് ഇവരുടെ കൈകൾ കൊണ്ട് ഇടിപ്പിക്കാം. വരൂ രണ്ടുപേരും വരൂ. അനിഷേട്ടനും എനിക്ക് എന്റെ അനിഷേട്ടൻ ഇല്ലാണ്ട് പറ്റില്ല. മാറി കൊടുക്കൂ. നിങ്ങൾ എന്നാ ചെയ്തോളൂ, ഞങ്ങൾ എന്നാ മാറി നിൽക്കാം. പക്ഷേ ഇത് കാണുന്ന പ്രേക്ഷകരോട് എനിക്ക് ഒറ്റ കാര്യം പറയാവുള്ളൂ, ഇത് ഫ്ലോപ്പായി പോയില്ല. ഞങ്ങൾ ഇതിലെന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദി ഇവരും കൂടെ ആണ് ഇനി. അത്രേ ഉള്ളൂ. അതാ അപ്സര ചിക്കൻ എടുത്തിരുന്ന ഇതാണ് കുക്കിംഗ് അറിയുന്ന ഒരാളാണ് അപ്സര ചിക്കൻ. അനീഷേട്ടാ നന്നായിട്ട് ഇളക്കിക്കോളൂ. ഞാൻ ഇളക്കാൻ എടുക്കണം. അതാ ഇളക്കിയിട്ട് തിളയ്ക്കുമ്പോ ഓഫ് ചെയ്ത് വെച്ചാൽ മതി. അത്രേ ഉള്ള. ഞങ്ങൾ അവിടെ ഉണ്ടാവും. ഞങ്ങൾ അങ്ങോട്ട് ഇരിക്കട്ടെ. എന്താ പറഞ്ഞേ? ഞങ്ങൾ ഒന്ന് പഠിപ്പിച്ച പ്ലീസ്. എനിക്ക് ആങ്കറിങ് പഠിച്ചാൽ കൊള്ളാം. പറഞ്ഞു ഞാൻ സീരിയസ് ആയിട്ട് പറയുവാണ്. എനിക്ക് അടുത്ത സീസൺ അത് അരിശേട്ടൻ തട്ടിയിട്ട് മിൽമ പ്രസന്റ് ഫിറ ഫുഡ് പവേർഡ് ബൈ അമൃതവേണി, KSFE, ഭീമ ജ്വല്ലേഴ്സ്, പങ്കജ് കസ്തൂരി, ഓർത്തോ ഹെബ്. മറന്നു അല്ല പഠിപ്പിച്ച മിൽമ പ്രസൻസ് ഫിറ ഫുഡ്സ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് എല്ലാവർക്കും സ്വാഗതം. സീസൺ 3 പവേർഡ് ബൈ അമൃതവേണി, KSFE, ഭീമ ജ്വല്ലേഴ്സ് ആൻഡ് പങ്കജ കസ്തൂരി, ഓർത്തോ ഹെബ്. ചേട്ടാ ഞങ്ങളൊന്ന് പിടിച്ചേ ഇളക്ക്. ഹായ്, എന്തായി ഗൈസ്? എന്തായി കുക്കിംഗ്? ഒന്നും ആയില്ല. ഞങ്ങളിപ്പോ ഇത് ചിക്കൻ എടുത്ത് അയൽ വിരിച്ചേക്കുന്നേ ഉള്ളൂ. എനിക്കറിഞ്ഞൂടാ. നീ മൊബൈലിൽ എടുത്താടി. മൊബൈൽ എടുത്താണ് അനീഷേട്ടൻ പറ. ഇന്ന് എന്തോന്നുണ്ടാക്കുന്ന അനീഷേട്ടൻ പറ. നീ പറഞ്ഞു. എനിക്കൊന്നും അറിഞ്ഞൂടാ. നീ അനീഷേട്ടന്റെ ഇഷ്ടം എന്തുണ്ടാക്കുന്ന അനീഷേട്ടൻ പറ. ഹലോ ഞങ്ങൾ വന്നത് കണ്ടില്ലേ? അനീഷേട്ടൻ നമ്മൾ എന്തൊന്നുണ്ടാക്കണം? നല്ല മണമുണ്ട്. എന്താ ഉണ്ടാക്കിയത്? ഞങ്ങളെന്നാ ഒന്നും ഉണ്ടാക്കിയില്ല. അല്ല, തുടങ്ങാൻ പോണേ ഉള്ളൂ എന്നൊക്കെ. ഗ്യാസ് ഓഫ് ആക്കും മിസ്റ്റർ. ഇല്ല, ഗ്യാസ് ഓഫ് ആണോ? ഇപ്പഴാണ് തീ കൂടിയത്.
ഇതിൽ വേണ്ടി ഇത് പുഴുങ്ങിയതാണോ കൊണ്ടുകൊടുക്കുന്നത്? ഇതുപോലും അറിയില്ല. ഞങ്ങൾ കറിയല്ല, ഞങ്ങളാണ് ഇപ്പൊ പുഴുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അല്ല ശരിക്കും ഇത് കുക്ക് ചെയ്തിട്ട് അവിടെ വെക്കാനാണോ നിങ്ങളുടെ ഉദ്ദേശം? അതെ. മാറിക്കേ. ഏയ് ഇവര് ശരിയാവില്ല നാദൂട്ടി. ബാ പ്ലീസ് പ്ലീസ്. പക്ഷെ എനിക്ക് ഒരൊറ്റ സന്തോഷമുണ്ട്, നമ്മൾ കാരണം ഇവർ ഒന്നായി. ഇത്ര നേരം അടി കഴിയുമ്പോൾ നാദൂട്ടിന്നൊക്കെ നേരത്തെ വേറെ എന്തൊക്കെയോ വിളിച്ചോണ്ടിരുന്ന മിൽമ പ്രസൻസ് ഫിറ ഫുഡ്സ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 powered by അമൃതവേണി KSFE ഭീമ ജുവലറീസ് and പങ്കജ കസ്തൂരി ഓർത്തോ Herb. ഹെർബ്. എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഇനിയിപ്പോ ഞങ്ങൾ ബാക്ക് ടു ദ ക്ലാസ്. ഇനി ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിക്കാനായിട്ട് പൈപ്പിൽ പോയി വെള്ളം എടുക്കാൻ പോയ വിഷ്ണു. കിണറ്റിൽ കോരാൻ പോയി ഓൾറെഡി. കിണറ്റിൽ കോരാൻ പോയി. ഒഴിച്ചോ. മസാലയൊക്കെ നല്ല ടേസ്റ്റ്. ഒന്ന് ഇളക്കിക്ക്. ഒരുപാട് പൊട്ടിക്കല്ലേ കേട്ടാ, ചിക്കൻ ഉടഞ്ഞു പോകും. അങ്ങനെ ഉടയോ പെട്ടെന്ന്? പിന്നെ ചിക്കൻ ഉടഞ്ഞു കഴിഞ്ഞാൽ പീസ് കാണാൻ ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് നീ ഒരു മയത്തിൽ ഇളക്കുക. നമ്മൾ ഒരു സെറ്റ് നമ്മൾ ഇത് വെച്ചിട്ട് വേവിക്കാൻ പോയിട്ടുണ്ട്. നമ്മൾ 10 മിനിറ്റ് വെച്ച് വെന്തു. 10 മിനിറ്റ് കൂടുതലായി. കുറച്ചുകൂടി വെക്കാം. നമുക്ക് കുറച്ച് അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കാം. തിക്ക് തേങ്ങാപ്പാലാണ്, അപ്പോൾ കുറച്ച് മതി. തിക്കായതുകൊണ്ടേ നമുക്കിത് തുറന്ന് വേവിക്കാലോ. ഞാൻ ഇത് ചിക്കൻ മുട്ടല്ലേ? ഇല്ല, ഞാൻ ഇത് വെച്ച് പതുക്കെ ഇളക്കാം. മൃദുവായി ഇളക്കാം. ഓ മൃദുലേ ഹൃദയമുരളിയിലൊഴുകിവ. ഒരു കാര്യം വിട്ടുപോയി. എന്താ? നമുക്കത് ഇതിലെടുത്ത് താളിക്കാം. താളിക്കും വേണ്ട. അതുവിടാം. ചെയ്തു. എണ്ണ എവിടെ? എണ്ണ യെസ് ഗൈസ്, അപ്പോൾ നമ്മളുടെ ഫൈനലി വി ആർ ഗെറ്റിംഗ് മാരീഡ്. അല്ല, ഞങ്ങളുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കാണാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല സ്മെല്ലുണ്ട്. ഇതൊന്ന് ഗാർണിഷ് ചെയ്യാനുണ്ട്. ഒന്ന് മൂടി വെക്കുവാണ് ഞങ്ങൾ കുറച്ച് നേരത്തേക്ക്. ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ ഫൈനൽ ഔട്ട് റെഡിയായി. ഔട്ട് എഡിറ്റ് കഴിഞ്ഞപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ അത് ഞങ്ങൾ മൺപാത്രത്തിൽ ചെയ്യാൻ പോവുകയാണ് അല്ലേ? വിത്ത് ഗീവ് അവേ ഞങ്ങൾ ഷെഫിന് കൊടുക്കുന്നതായിരിക്കും. ഗീവ് അവേ ടു ഷെഫ്. ഓക്കെ, യെസ്, ഇതാണ് നമ്മളുടെ ചിക്കൻ കറി. അതെ. ആഹാ, അന്തസ്. അരെ വാ വാ വാ. എവിടെ വരണം? വാ പറയാം. യെസ്, ബാക്കി നമുക്ക് അവിടെ കാണാം. ബൈ. മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 powered by അമൃതവേണി KSFE ഭീമ ജുവലേഴ്സ് ആൻഡ് പങ്കജ കസ്തൂരി ഓർത്തോ ഹെർബ്. നമ്മൾ ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും വ്യത്യാസമായിട്ട് ഒരു ദിവസമായിരുന്നു. കാരണം ഒരേ വിഭവങ്ങൾ, ഒരേ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും കൊടുത്തത്. എന്നിട്ടാണ് നമ്മൾ പറഞ്ഞത് വിഭവം തയ്യാറാക്കാനായിട്ട്. അപ്പോൾ 4 പേര് വിഭവങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു. നമുക്ക് ഷെഫിനെ വിളിച്ചാലോ? ഗൗരി, ഷെഫിനെ വിളിക്കാം. ഷെഫ് നിബു, ദി ആൽക്കെമിസ്റ്റ്. ഓക്കെ, അങ്ങനെ തന്ന പോലെ നമ്മൾ ഒരേ ഇൻഗ്രീഡിയൻസ് ആണ് എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത് അല്ലേ? ചിക്കൻ കറി. ചിക്കൻ കറി അല്ല, ചിക്കൻ കറി ഉണ്ടാക്കാൻ ഒരേ കറിയല്ല, ഇഷ്ടമുള്ളത് ഉണ്ടാക്കാം. ഇഷ്ടമുള്ളത് ഉണ്ടാക്കാം, പക്ഷെ വഴക്കുണ്ടാക്കണ്ട.
എന്താ കറിയുടെ പേര്? ചിക്കൻ കറി. ചിക്കൻ കറി. അതെ അതെ, കോഴിക്കറി. ചിക്കൻ കറി. പേടിപ്പിക്കരുത്. അല്ല, ഇത് കറി എന്ന് പറയുമ്പോൾ ഐ മീൻ ചിക്കൻ റോസ്റ്റ്. അല്ല അങ്ങനെയാണ്, ചിക്കൻ റോസ്റ്റ്. അല്ല ഷെഫ് എന്താ പറയാ? ഞങ്ങൾ ഗ്രേവി ഉണ്ടാക്കിയില്ല, തിക്കായിട്ടാണ് ഉണ്ടാക്കിയത്. വാവ്. അല്ല അനീഷേട്ടാ, കഴിക്കണത് അത് കിടലിന് എക്സ്പ്രഷൻ അദ്ദേഹത്തിന്റെ മൂഡ് കളയല്ലേ. ഞാൻ കാണിക്കാൻ പോണേ. മോശം കാണിക്കരുത്. പറയാം. ചോദിക്കണേ. വാവ്, സൂപ്പർ, അടിപൊളി, കലക്കിയിട്ടുണ്ട്, ഒരു രക്ഷയില്ല, ഇത്ര ടേസ്റ്റ്. ഷെഫിന്റെ അഭിപ്രായം പറ. ശരിക്കും പറഞ്ഞാൽ നല്ലതാണ് കറി. കറിയല്ല, റോസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ റോസ്റ്റ്. പക്ഷെ റോസ്റ്റ് ഈ പറയുന്ന പോലെ വരുമ്പോഴേക്ക് നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും ചെയ്യുന്നത് ഫ്രൈ ചെയ്ത് റോസ്റ്റ് ഗ്രേവിയിലാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെയും ചെയ്യാം. ഫ്രൈ ആയിട്ട് ചെയ്യുന്ന ഏതിനെ നമുക്ക് റോസ്റ്റ് എന്ന് പറയാം. വാട്ടർ റോസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ആയിട്ടുള്ള ഏതിനെ നമുക്ക് റോസ്റ്റ് അങ്ങനെ പറയണ ഡ്രൈ ആവുമ്പോഴല്ല അങ്ങനെ ഫ്രൈ ആയിരുന്നാൽ മതിയില്ല. പക്ഷേ ചിലവരതിനെ, പക്ഷേ അവസാനം ബേസിക്കലി നമ്മൾ എന്ത് കൊടുത്താലും അവസാനം ഗസ്റ്റ് ഹാപ്പി ആയിരിക്കണം, ടേസ്റ്റ് ആയിരിക്കണം. അതാണ് മെയിൻ. ഗസ്റ്റ് ഹാപ്പിയാണോ? ഞാൻ 100% ഹാപ്പി. ചുമ്മാ പറഞ്ഞല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. സീരിയസ്ലി നിങ്ങൾ ഒരു എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഇത് റോസ്റ്റ് ടൈപ്പ് അല്ല പോടുന്നത്. മസാല നല്ല പറഞ്ഞു ഇറക്കല്ലേ, കയറ്റി വെച്ചേക്കോ. അപ്പോ നാദിരയും വിഷ്ണുവും റെസ്റ്റ് എടുത്തോളൂ. താങ്ക് യു. റോസ്റ്റ് എടുക്കാനോ? അപ്പൊ ചിരിയും കളിയും പാചകവും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു എപ്പിസോഡ് പോയതേ നമ്മൾ അറിഞ്ഞിട്ടില്ല. പക്ഷെ തൽക്കാലം നമുക്കൊന്ന് പോണ്ടേ? താൽക്കാലം യാത്ര പറഞ്ഞു പോകണം. പക്ഷെ നാളെ വീണ്ടും ഞങ്ങൾ വരും. നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെയും വിഭവങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ ഞങ്ങളെ കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ നാളെ ഞങ്ങൾക്കായി കാത്തിരിക്കുന്ന പ്രതീക്ഷയോടെ പുതിയൊരു എപ്പിസോഡായിട്ട് നാളെ വരാം. ടാറ്റ. Crockery partner Minolta, easy and healthy cooking. അനീഷ് രവീസ് കോസ്റ്റ്യൂം സ്പോൺസേഡ് ബൈ സ്വയംവര സിൽക്സ്, കേരളത്തിലുടനീളം. അപ്സര കോസ്റ്റ്യൂം കേട്ടസി ശിഖ ഡിസൈൻസ്, കോട്ടയം. അപ്പോൾ ചിരിയും കളിയും പാചകവും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു എപ്പിസോഡ് പോയതേ നമ്മൾ അറിഞ്ഞിട്ടില്ല. പക്ഷെ തൽക്കാലം നമുക്കൊന്ന് പോണ്ടേ? താൽക്കാലം യാത്ര പറഞ്ഞു പോകണം. പക്ഷെ നാളെ വീണ്ടും ഞങ്ങൾ വരും. നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെയും വിഭവങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ ഞങ്ങളെ കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ നാളെ ഞങ്ങൾക്കായി കാത്തിരിക്കുന്ന പ്രതീക്ഷയോടെ പുതിയൊരു എപ്പിസോഡായിട്ട് നാളെ വരാം. ടാറ്റ. Crockery partner Minolta, easy and healthy cooking. അനീഷ് രവീസ് കോസ്റ്റ്യൂം സ്പോൺസേഡ് ബൈ സ്വയംവര സിൽക്സ്, കേരളത്തിലുടനീളം. അപ്സര കോസ്റ്റ്യൂം കേട്ടസി ശിഖ ഡിസൈൻസ്, കോട്ടയം.